ഞങ്ങളുടെ മക്കൾ മദ്യപാനികളല്ല, മയക്കുമരുന്നിന് അടിമകളല്ല. ഞങ്ങൾക്ക് വലിയ നേട്ടം ലഭിച്ചത് ഞങ്ങളുടെ തലമുറ ദൈവത്തെ സേവിപ്പാൻ നിൽക്കുന്നു. വാ തുറന്ന് സ്തോത്രം പറ. ഈ പുസ്തകമാണ് ഞങ്ങൾക്ക് മാറ്റം വരുത്തിയത്. അത് തന്നെ ഇന്ന് രാത്രി പ്രസംഗിച്ച് തീർക്കണമെന്നുണ്ട്, നേരമില്ല. ഈ പുസ്തകം വന്നിടത്തെല്ലാം മാറ്റമാണ്. അല്ലാതെ ആരാണ്ട് ഞങ്ങളെ അമേരിക്കയെ കൊണ്ടുപോകാന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഈ പുസ്തകം മാറ്റം വരുത്തി. ഒന്നുകൂടെ കയ്യാർത്തി സ്തോത്രം പറ. യേശുവിനെ തെരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ വിദ്വാൻമാരായിരുന്നു. അവർ യേശുവിനെ തെരഞ്ഞത് അവനെ ആരാധിപ്പാൻ വേണ്ടിയാണ്. നമ്മൾ മത്തായി സുവിശേഷം 2:10 വായിക്കുന്നത്, അവർ അവിടെ എത്തി ശിശുവിനെ അമ്മയായ മറിയയോട് കണ്ട്, ഞാൻ കട്ടോട്ട് ചെയ്തേക്കോ, അവിടെയും ഭാഗം വിട്ടി മാറ്റി, ഞാൻ തുടരാൻ നേരമില്ല. അമ്മയായ മറിയയോട് കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് കാഴ്ചവെച്ചു. വേദപുസ്തകത്തിൽ ഒരു സെന്റൻസ് പോലും, വാക്കുപോലും തെറ്റില്ല. വീണ് അവരെ നമസ്കരിച്ചെന്നല്ല, അവനെ നമസ്കരിച്ചു. വീണ് അവർക്ക് കാഴ്ചവെച്ചെന്നല്ല, അവന് കാഴ്ചവെച്ചു. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവനെ ആരാധിക്കുന്നതാണ് ആരാധന. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്ത ദൈവത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾ യോഗ്യനായവനെ ആരാധിക്കുന്നു. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവം, നീ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ദൈവം. ശക്തിയോടെ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, നീ മുട്ടിമേൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവം. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്, വർഷിപ്പ്. യോഗ്യനായവനെ. അനേകർ യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ വീണ് കരയുമ്പോൾ യോഗ്യനായവനെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകി. യേശുവിനെ തെരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ അവനെ ആരാധിപ്പാനായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ മത്തായി സുവിശേഷം 2:13 പാസ്റ്റർ വായിച്ചു. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു. അപ്പോൾ യേശുവിനെ തെരഞ്ഞ രണ്ടാമത്തെ കൂട്ടർ ഹേരോദാവും കൂട്ടരുമായിരുന്നു. അവർ യേശുവിനെ എന്തിനു വേണ്ടി തെരഞ്ഞു? നശിപ്പിക്കു വേണ്ടി. എല്ലാവരും പറഞ്ഞാട്ട്, യേശുവിനെ എന്തിനു വേണ്ടിയാണ് അവർ തെരഞ്ഞെന്ന് പറഞ്ഞാൽ എന്നോട് നോക്കി പറഞ്ഞേ, സമയത്തിന് മുമ്പ് അവനെ തകർക്കാൻ. കൈ ഉയർത്തി പറഞ്ഞേ, സമയത്തിന് മുമ്പ് തകർക്കാൻ. ഈ കൺവെൻഷന്റെ 1-ാം രാത്രിയിൽ ഓരോ വാക്കും ദൂതുകളാണ്. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, നിന്റെ സമയത്തിന് മുമ്പ് നിന്നെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ ദുഷ്ടപിശാചിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ പറ, എന്നെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കാതെ ദുഷ്ടപിശാചേ, നിനക്ക് എന്നെ എന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ കഴിയില്ല. ഓ, എല്ലാവരും ആരാധിച്ചോ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ഭവനത്തിൽ നിന്ന് കേൾക്കുന്ന സഹോദര, നിന്നെ വഴിയിൽ ചതച്ചരച്ച് കളയുവാൻ, നിന്റെ കൈകാലുകൾ ഒടിച്ചു കളയുവാൻ, റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്തുവാൻ, നിന്റെ തലമുറയെ വഴിയിൽ തകർക്കാൻ ദുഷ്ടപിശാചിന് പദ്ധതിയുണ്ട്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, എന്റെ ബാല്യം മുതൽ ശത്രുവനെ ഉപദ്രവിച്ചു, എങ്കിലും അവൻ എന്നെ ജയിച്ചില്ല. യേശു ജനിക്കാതിരിപ്പാൻ പിശാച് നോക്കി, യേശു വളരാതിരിപ്പാൻ നോക്കി, യേശു ക്രൂശിക്കപ്പെടാതിരിക്കാൻ നോക്കി. കാൽവറി കുരിശ് പിശാചിന്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവത്തിന്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവുമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെയൊന്നും പേരെനിക്കറിഞ്ഞുകൂടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു. നിനക്കൊരു തലമുറയുണ്ടാകാതിരിപ്പാൻ പിശാച് നോക്കി. പലർക്കും തലമുറയുണ്ടാകാതിരിപ്പാൻ അവൻ നോക്കുന്നുണ്ട്. എന്നാൽ ജനിച്ച കുഞ്ഞ് വളരാതിരിപ്പാൻ നോക്കി. ഈ രാത്രി അവന്റെ പദ്ധതികളെ എല്ലാം തകർത്തുകൊണ്ട് ഇവിടുന്ന് സ്തോത്രം പറയാൻ ദൈവം അവസരം തന്നു. സമയത്തിന് മുമ്പ് നിന്നെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ അവന് പദ്ധതിയുണ്ട്. ആ പദ്ധതികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തകർക്കും. ഓ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ദാനിയേലിന്റെ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 28-ാം വാക്യം. ദാനിയേൽ 6:28. അതിന് മുമ്പ് എന്നാൽ ദാനിയേൽ ദാരിയവേശ രാജാവിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. മതി. ഇവിടെ മുമ്പേ നമ്മൾ വായിച്ചു 2:13 അവനെ കൊല്ലാൻ അന്വേഷിക്കുന്നു. എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ലൂക്കോസ് 4:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു വളർന്ന് നാസറേത്തിൽ വന്നു. യേശുവിനെ വളർത്തില്ലെന്ന് പറഞ്ഞിടത്ത് കർത്താവിനെ വളർത്തി. പരിശുദ്ധാത്മാ പറയാ, നിന്നെ എവിടെ വളർത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ദൈവം വളർത്തും. നിന്നെ എവിടെ നിർത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ദൈവം നിന്നെ നിർത്തും. എവിടെ നിന്നെ ഉയർത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ദൈവം നിന്നെ ഉയർത്തും.
നിങ്ങൾ ക്ഷീണിച്ചോ? സ്തോത്രം പറഞ്ഞ് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്. എന്താ വായിച്ചത്? എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. എന്നാലെന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ വലിയ കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ദാസനാ ദാനിയേൽ ബാബിലോൺ സാമ്രാജ്യം ചെന്ന നാൾ മുതൽ അവനെ പറപ്പിക്കാൻ, അവനെ ഓടിപ്പിക്കാൻ, അവനെ വിറപ്പിക്കാൻ, അവനെ അവിടുന്ന് പറിച്ചു കളയാൻ പല തന്ത്രങ്ങൾ അവർ മെനഞ്ഞു, പല പദ്ധതികളിട്ടു. എവിടെല്ലാം ഇട്ടു? സിംഹക്കൂട്ടിൽ വരെ ഇട്ടു. എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു നോക്കി. അതാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ, പറപ്പിക്കാൻ നോക്കി. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ 3 രാജാക്കന്മാരുടെ പേരേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ നെബൂഖദ്നേസറിന്റെ കാലത്തും, ബെൽഷസ്സറിന്റെ കാലത്തും, ദാര്യാവേശിന്റെ കാലത്തും, കോരേശിന്റെ കാലത്തും ശുഭപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ മാറിക്കൊണ്ടിരുന്നു. ദൈവം തന്റെ ദാസനെ അവിടെ നിർത്തി. ഈ ഗ്രൗണ്ടിലും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം, ദൈവത്തിന്റെ ദാസ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരിടത്ത് നിർത്താൻ തീരുമാനിച്ചാൽ, നിന്നെ പറത്താൻ നോക്കുന്നവനെ എന്റെ ദൈവം പറത്തും. നിന്നെ അവിടെ ദൈവം നിർത്തും. നിന്നെ ഓടിക്കാൻ നോക്കുന്നവനെ അവൻ ഓടിക്കും, നീ അവിടെ നിൽക്കും. ഒരു മന്ത്രവാദിക്കും, ഒരു ആഭിചാരകനും, ഒരു ശുദ്രക്കാരനും ദൈവത്തിന്റെ ദാസ നിന്നെ പറത്താൻ കഴിയില്ല. നിന്നെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ തീരാതെ നിന്നെ ഓടിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. ഈ വിശ്വാസാൽ ദൂത് ഏറ്റെടുത്തോണ്ട് പറ, എന്റെ ദൈവം എന്നെ നിർത്തുമെന്ന് പറ. ആർക്കും എന്നെ പറത്താൻ കഴിയില്ലെന്ന് പറ. ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറണം. സമയത്തിന് മുമ്പ് നമ്മളെ തകർക്കാൻ പിശാച് പദ്ധതി ഇടും. പക്ഷെ അവന്റെ പദ്ധതി വിജയിക്കില്ല. ഒരു ദൈവ പൈതൽ എവിടെ മരിക്കണം അതുകൂടെ നിങ്ങൾ കേട്ടുകൊണ്ട് പോകണം. എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ 13:31 ഹെരോദാവ് കൊല്ലാൻ അന്വേഷിക്കുന്നു എന്ന പരീശന്മാർ വന്ന് പറഞ്ഞു, നിന്നെ പിടിക്കാൻ നോക്കുന്നു കൊല്ലാൻ. യേശു എന്താ അവരോട് പറഞ്ഞേ? നിങ്ങൾ ആ സാറിനോട് എന്ന് പറയാനാണോ പറഞ്ഞേ? അല്ല, നിങ്ങൾ ആ കുറുക്കനോട് എന്ന് പറ. നിങ്ങളാരും കയറി അങ്ങനെ വിളിക്കല്ലേ. ഇന്നും നാളെയും മറ്റേനാളും ഞാൻ പ്രസംഗിക്കും. മറ്റേനാളിൽ പ്രസംഗം സമാപിപ്പിക്കും. യെരൂശലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ മരിക്കുന്ന അസംഭ്യം എന്ന് പറഞ്ഞ എൻ്റെ കർത്താവിനറിയാൻ എവിടാ മരിക്കാൻ പോന്നേ, എങ്ങനെയാ മരിക്കാൻ പോന്നേ. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു അഭിഷക്തൻ, ഒരു ദൈവപൈതൽ, ഒരു ദൈവദാസൻ, ഒരു ദൈവപൈതൽ എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, കൊറോണ വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ക്യാൻസറിനോട് പറ, നീ ഹാർട്ട് അറ്റാക്കിനോട് പറ, നീ കൊറോണയോട് പറ, ഹല്ലേലൂയ. നീയല്ല തീരുമാനിക്കുന്നത്, എന്റെ ദൈവം അനുവദിക്കാൻ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാവരും കൈകളിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. നമ്മളൊക്കെ മരിജീവിച്ച കർത്താവിന്റെ ദാസൻ ക്യാൻസർ രക്ഷപ്പെട്ടു. നിങ്ങൾ അറിയുന്ന പോലെ 2021 ജനുവരി മാസം 24 തീയതി 2021 കൊറോണയുടെ മൂർധന്യവേളയിൽ 2021 ജനുവരി മാസം 24 തീയതി 1.5 മണിക്കൂർ ഞാൻ ഇതേ ശബ്ദത്തിൽ ദൈവവചനം പ്രസംഗിച്ചിട്ട് കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് ചെന്നപ്പോൾ കാർഡിയാക് അറസ്റ്റിന്റെ രൂപത്തിൽ മരണം എന്നെ തേടിയെത്തി. ഡോക്ടർമാർ ഇനിയും ഈ ശബ്ദം കേൾക്കില്ലെന്ന് ചിന്തിച്ചു. വൈദ്യശാസ്ത്രം അത്ഭുതപ്പെടുന്നുമാർ ഹല്ലേലൂയ, ലോകം മുഴുവൻ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് 2025 ഫെബ്രുവരി മാസം എത്രാം തീയതിയാ? 3-ാം തീയതി. ഹല്ലേലൂയ, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. ലോകം മുഴുവൻ ചിന്തിച്ച് എന്റെ ശബ്ദം നിലച്ചെന്ന് വൈദ്യശാസ്ത്രം ചിന്തിച്ചു. പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രോഗ്രാം ഡയറിൽ എഴുതി വെച്ചു, 2025 ഫെബ്രുവരി മാസം 3-ാം തീയതി ഭീമോനച്ച പ്രയർ സെന്റർ ചർച്ചിന്റെ ഹല്ലേലൂയ വെൺമണി ക്രൂസേഡിൽ നീ പ്രസംഗിക്കണമെന്ന് തമ്പുരാന്റെ പ്രോഗ്രാം എഴുതി വെച്ചു. ആയിരങ്ങളോട് പറയുന്ന രാത്രി നിന്നോട് ഞാൻ പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ പറ, ദുഷ്ട പിശാചേ, എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. കരമടിച്ചു തുടങ്ങിക്കോ. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ പറ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ എല്ലാവരും സ്തോത്രം പറഞ്ഞോണ്ട് പറ. അതിനുശേഷം എത്രയോ രാജ്യങ്ങളിൽ ഞാൻ യേശുവിനെ പ്രസംഗിച്ചു.
ഇനി എത്രയോ രാജ്യങ്ങളിൽ പ്രസംഗിക്കാനിരിക്കുന്നു. അതുകൊണ്ട് നീ എവിടെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, സക്കരിയാവിനെ കുറിച്ച് എഴുതിയേക്കുന്ന ലൂക്കോസ് 1:23 അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ എവിടേക്ക് പോയി? വീട്ടിലോട്ട് പോയി. ശുശ്രൂഷാകാലം തികഞ്ഞിട്ട് എവിടെ പോവും? വീട്ടിൽ പോവും. ഉറപ്പുണ്ടോ? അപ്പം ശുശ്രൂഷ തീരാതെ കൊണ്ടുപോകില്ല. അത് ശുശ്രൂഷ തീരുന്ന എപ്പോഴാ? അവിടെയാ പ്രശ്നം. 53 തീർന്നാൽ 53 കൊണ്ടുപോകും. സ്വതന്ത്രം പോയ ഓക്ക് കണ്ടു. 83 തീർന്നാൽ 83 കൊണ്ടുപോകത്തുള്ളൂ. 90 വയസ്സ് വരെ നീ ഇരിക്കണമെന്ന് ദൈവം പദ്ധതി ഉണ്ടെങ്കിൽ 45 ശുശ്രൂഷ തീർന്നാൽ കൊണ്ടുപോകും. അതുകൊണ്ട് ചുമ്മാ വെച്ച് കാച്ചരുത് 90 കഴിഞ്ഞാൽ ഞാൻ ചാകത്തോളം. ശുശ്രൂഷ തീർന്നപ്പോ ഈ വി എ തോമസ് എന്നതെല്ലാം അനുഗ്രഹീത ദിവസം, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ എൻഡിങ് ടൈമിലാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് കയറുന്നത്. ആരംഭകാലത്ത് അതുപോലൊക്കെ ഏതാണ്ട് ശുശ്രൂഷകൾ പ്രസംഗ രീതിയായിരുന്നു എൻ്റെ. അപ്പോൾ ഈ വി എ തോമസും കാനവച്ചനും വലിയ സ്നേഹിതരായിരുന്നു. ഈ വി എ തോമസിന് പ്രശ്രമം ഇല്ലാതെ ഇത്ര ആളിങ്ങനെ നിങ്ങൾ കൊണ്ടു നിർത്തണം, പക്ഷെ കയറിക്കഴിഞ്ഞാൽ ബോംബ. അപ്പോൾ ഈ കാനവച്ചൻ വലിയ സ്നേഹിതനാണ്. അപ്പോൾ ഈ തോമാച്ചായനോട് വി എ തോമസിനോട് കാനവച്ചൻ ചോദിച്ചു, എൻ്റെ തോമാച്ച കുറച്ചൊക്കെ വിശ്രമമൊക്കെ വേണ്ടേ, ഇങ്ങനെ ഓടിയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം വി എ തോമസ് കാനവച്ചനോട് പറഞ്ഞു, അതേ കാനവച്ച, നിങ്ങൾ തച്ചുപണിക്കാരാ, ഞാൻ ഉടമ്പടിപ്പണിക്കാരന്. തച്ചുപണിക്കാരന് കൊട്ടിക്കൊട്ടി ഇരുന്നാൽ മതി, ഉടമ്പടിപ്പണിക്കാരന് പണി തീർത്ത് വീട്ടിൽ പോകണം. മനസ്സിലാകുന്നുണ്ടോ? പണി തീർത്തിട്ട് വീട്ടിൽ പോകണം. പണി തീർന്നാൽ വീട്ടിൽ പോകും, പണി തീരാതെ നിന്നെ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. സ്വതന്ത്രം കേട്ടില്ല. പണി തീർന്ന പോണമെന്നേ. എത്ര പിടിച്ചു നിന്നാലും ഒരു രക്ഷയില്ല. ഇരിപ്പൊക്കെ കണ്ടിട്ട് ആകെ വേണ്ടിയിരിക്കുക. ഞാൻ മറ്റൊരു വിഷയം പറഞ്ഞു, നമ്മൾ വല്ലവരുടെ മരണവാർത്തയൊക്കെ കേൾക്കാനും പറയാനും നമുക്കിഷ്ടമാണ്. നമ്മുടെ മരണത്തെക്കുറിച്ച് മിണ്ടത്ത് പോലും ഇല്ല. നമ്മൾ ഈ പെട്ടിപ്പലയിൽ കിടക്കുന്നതും എല്ലാവരും ചുറ്റും കൂടി ഇരിക്കുന്നതും സമയാൻ്റെ അകത്ത് പാടുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ നമ്മൾ ഒത്തിരി അടിച്ചു കൊടുത്തില്ലേ, സ്പ്രേ അടിക്കുന്നതും പൗഡർ കുടഞ്ഞിരുന്നതും സ്വപ്നം വല്ലതും കാണുമോ? ഇല്ല. അങ്ങനെ കണ്ടാലുണ്ട് രക്തത്തോൾ ജയം പറഞ്ഞു മാറും. പക്ഷെ എത്ര രക്തത്താൽ ജയിച്ചാലും പറഞ്ഞാലും പോയാലേക്കൂ. അനിവാര്യതമായതിനെ അവഗണിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ തൻ്റെ ഇടം കൂടാരം പോയാൽ കൊട്ടാരമുണ്ട്, കൈപ്പണി പോയാൽ കൈപ്പണിനകത്തൊന്നുണ്ട്, അടിയുന്ന ലോകം പോയാൽ അഴിയാത്തതൊന്നുണ്ട്. കൈയൊന്നടിച്ച ശക്തിയോട് വീണ്ടും ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് മറക്കരുത്, ഭാരപ്പെടരുത്. ദൈവം തമ്പുരാന്റെ ടൈം വരെ നമ്മളിവിടെ കാണും. ദൈവത്തിന്റെ സമയം നമ്മെ കൊണ്ട് ഉദ്ദേശിച്ച് ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുപോകും. സമയത്തിന് മുമ്പ് നിന്നെ തകർക്കാനൊരു ശക്തിയും കഴിയില്ല. യേശുവിനെ തെരഞ്ഞ മൂന്നാമത്തെ കൂട്ടർ, അതുകൂടെ പറയാൻ നേരവളം തോന്നുന്നു. വായിച്ചോ, ഫൈസലോ, ലൂക്കോസിന്റെ സുവിശേഷം 40 മുതൽ വായിച്ചോ. ലൂക്കോസ് 2:40 മുതൽ വായിച്ചോ. 2:40 മുതൽ പാസ്റ്റർ വായിക്കും. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരും അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങി. അപ്പം യേശുവിനെ തിരഞ്ഞ മൂന്നാമത്തെ കൂട്ടർ യേശുവിന്റെ അമ്മയപ്പന്മാർ ഉണ്ടായിരുന്ന കർത്താവിനെ കളഞ്ഞിട്ട് തപ്പി നടന്നു. ഇന്ന് രാത്രി ഇവിടെയും വന്നിട്ടുണ്ട് ഉണ്ടായിരുന്ന കൃപ കളഞ്ഞിട്ട് തപ്പി നടക്കുന്നവർ. കൂടെ ഉണ്ടായിരുന്ന കർത്താവിനെ കളഞ്ഞിട്ട് തപ്പി നടന്നു. ഇത് വളരെ വിശദമായി പ്രസംഗിക്കേണ്ടതാണ്. തുടക്കം ഇങ്ങനെയാണ്: യേശുവിൻ്റെ അമ്മയപ്പന്മാർ എവിടെ പോയി? പറയുന്നേ, പെരുന്നാളിന് പോയി, യെരുശലേമിൽ പോയി, ആരാധനയ്ക്ക് പോയി. കൂടെ ആരെയും കൊണ്ടുപോയി? യേശുവിനെ കൊണ്ടുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പനും അമ്മയും ആരാധനയ്ക്ക് പോയപ്പം മക്കളെ ടി വി തുറന്നിട്ട് കാർട്ടൂൺ കാണിച്ചിരുത്തിയിട്ട് പോയില്ല. മൊബൈൽ കൊടുത്തിട്ട് ടാബ് കൊടുത്തിട്ട് കളിക്കാനിരുന്നിട്ട് പോയില്ല. ഒന്നാമത്തെ ദൂത്, നീ ആരാധിക്കുന്നിടത്ത് നിന്റെ തലമുറയും ദൈവത്തെ ആരാധിക്കട്ടെ. നീ പിൻപറ്റുന്ന യേശുവിനെ നിന്റെ തലമുറ പിൻപറ്റണം. യേശുവിനെ കുറിച്ച് എഴുതേട്ടോ, അവൻ കൃപയിൽ വളർന്നു. മക്കൾ കൃപയിൽ വളരട്ടെ, മക്കൾ നിന്നെ പിന്തുടരട്ടെ, അവർ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആരാധനയ്ക്ക് പോയി, കൂടെ കർത്താവിനെയും കൊണ്ടുപോയി. ഇന്ന് ഇവിടെ വന്ന എത്ര മാതാപിതാക്കൾ മക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഞാൻ പല യോഗങ്ങളിലും ഇപ്പോൾ ചോദിക്കാറുണ്ട്. 20 വയസ്സിനും
10 വയസ്സിനിടയിലുള്ള പിള്ളേർ കൈപൊക്കാൻ അല്ല എഴുന്നേറ്റ് നിൽക്കാൻ വളരെ കുറവാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ മോഡൽ എക്സാം നടക്കുമ്പോഴും പോയി കാത്തിരിപ്പ് യോഗത്തിന് പോയിരിക്കണമെന്ന് പറയുക അല്ലേ. ഇന്നിപ്പം കൺവെൻഷന് പിള്ളേർക്ക് വരാൻ വയ്യ, വിശേഷ യോഗം കേൾക്കാൻ വരില്ല, പിള്ളേരെ അങ്ങ് പഠിപ്പിക്കുക. പക്ഷേ എന്തേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, 15 ഞാൻ ലോകം മുഴുവൻ പറിച്ച് പറയുന്ന 15 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കാനഡ രക്ഷപ്പെട്ടു, നിന്റെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു, നിന്റെ അമേരിക്ക രക്ഷപ്പെട്ടു. 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ വട്ടപൂജ്യവാ. നിന്റെ തലമുറ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കണം. ശിയാപ്പൻ 59:21 ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്ന യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാമോ, കർത്താവേ എൻ്റെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. അതാ അനുഗ്രഹം. യേശുവിൻ്റെ അമ്മയപ്പന്മാർ അവിടെ പോയി യേശുവിനെ കൂടാതെ മടങ്ങി. എത്ര സമയം കഴിഞ്ഞ അറിഞ്ഞ്? ഒരു ദിവസം. 3 ദിവസം കഴിഞ്ഞ് കണ്ടെത്തിയെന്ന്. ഇപ്പോൾ 1.5 ദിവസം പോയി. ഇവിടെ 12 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് കൂടുണ്ടായിട്ട് കൊച്ചു വെള്ളം കുടിച്ചോന്ന് നോക്കണ്ടേ? വേണ്ടേ പാസ്റ്ററെ? 1.5 ദിവസം അന്വേഷിച്ചില്ല. എന്താ അവർ ചിന്തിച്ച്? സഹയാത്രിയുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു. യേശുവിൻ്റെ അമ്മയപ്പന്മാർ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആരില്ലെന്ന് കൂടെ, യേശു ഇല്ലെന്ന്. ഇവിടെ പലരും മക്കൾ കൂടില്ലെന്ന് അറിയുന്നത് 5 വർഷം കഴിഞ്ഞാ. ജോണിക്കുട്ടി കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞ 5 വർഷം കഴിഞ്ഞാ. മോളിക്കുട്ടി കയ്യിൽ നിന്ന് പോയത് 8 വർഷം കഴിഞ്ഞാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതാ ആത്മീയത. നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. ഞാനിവിടെ പിള്ളേരോട് പറയട്ടെ, മക്കളെ, ശുദ്ധ ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്ന വീട്ടിൽ പോയി നോക്കണം. യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി. ഇന്ന് രാത്രി ഞങ്ങൾ വെൺമണിക്കാരോട് കാര്യം പറയട്ടെ. ഈ ഭൂവിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. മാതാപിതാക്കൾക്ക് കീഴടങ്ങേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നീ എത്രയധികം പ്രാർത്ഥിക്കണം. യേശു കരഞ്ഞെങ്കിൽ നീ എത്രയധികം കരയണം. യേശു ഉപവസിച്ചെങ്കിൽ നീ എത്രയധികം ഉപവസിക്കണം. യേശു സ്നാനപ്പെട്ടെങ്കിൽ നീ എത്രയധികം സ്നാനപ്പെടണം. യേശുവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നിനക്കും എനിക്കും ആത്മശക്തി ആവശ്യമല്ലേ? അടുത്ത പദം എന്തെന്നറിയാമോ? യേശു മാതാപിതാക്കൾ കീഴടങ്ങി. മക്കളെ, നീ ഫോളോ ചെയ്യേണ്ടത്, നീ അനുഗമിക്കേണ്ടത് ഇവിടുത്തെ ഒരു നേതാവിനെയല്ല, ഫിലിം സ്റ്റാറിനെയല്ല, ക്യാമറ നർത്തകിയല്ല, ഫുട്ബോൾ കളിക്കാരനെയല്ല. നീ അനുകരിക്കേണ്ട ആശ്രയനായ യേശുവിനെയാണ്. രണ്ടാമത് നിന്റെ മാതാപിതാക്കളെയാണ്. ഞാൻ സമയപ്പെടുന്നു. ഞാൻ സാധാരണ കൺവെൻഷനുകളിൽ പ്രസംഗ സമയമാകുമ്പോഴേ സ്റ്റേജിൽ വരാറുള്ളൂ. വീടിൻ്റെ മുറ്റത്താണ്. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ട് ഇത് വൈറലായൊരു കാര്യമാണ്. ചിലയിടത്തൊക്കെ കട്ട് ചെയ്തങ്ങ് പോവല്ലോ. ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീട്ടുമുറ്റത്ത് കൺവെൻഷൻ നടക്കുകയാണ്. പന്തലുണ്ട്, സ്റ്റേജുണ്ട്, പന്തലില്ല. അവിടെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട്. ഞാൻ ആ വീട്ടിനകത്തെ സോഫയിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി. അന്തരീക്ഷം മേഘാവൃതമായി. മഴ പെയ്യുമെന്ന് തോന്നി. ഞാനിങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ 4-5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് പെട്ടെന്ന് അവിടെ വന്ന് എൻ്റെ അരികിൽ അവിടെ മുട്ടുകുത്തി. ആ സോഫയിൽ കിടന്നൊരു തുണിയെടുത്തവൾ തലയിലിട്ടു. അവൾ ചിണുങ്ങാൻ തുടങ്ങി. അവൾ യേശുപ്പച്ച, ഇന്ന് മഴ പെയ്യരുത്, നിന്റെ ദാസന് പ്രസംഗിക്കാനുള്ളതാണ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആകാശം മേഘാവൃതമായപ്പോൾ, കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ, മഴ പെയ്യുമെന്ന് കണ്ടപ്പോൾ ഈ കുഞ്ഞിനോട് ആരാണ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിക്കാൻ പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പം മുട്ടുകുത്തണമെന്ന് ആരാ അവളെ പഠിപ്പിച്ചത്? പ്രാർത്ഥിക്കുമ്പം തലയെ തുണിയിടണമെന്ന് ആരാ അവളെ പഠിപ്പിച്ചത്? പ്രാർത്ഥിക്കുമ്പം ചിണുങ്ങണമെന്ന് ആരാ അവളോട് പറഞ്ഞത്? ഒന്നുകിൽ അവിടെ അമ്മയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്, മമ്മിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, പ്രതിസന്ധിയുടെ വേളയിൽ, പ്രശ്നങ്ങളുടെ വേളയിൽ നരമ്പ് മുറിക്കാനല്ല, കയറെടുക്കാനല്ല, കിണറ്റിച്ചാടാനല്ല, മുട്ടിമേ നിൽക്കാൻ നിന്റെ തലമുറയെ പഠിപ്പിക്കുക, കരയാൻ പഠിപ്പിക്കുക, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ തലമുറ കരയാൻ പഠിപ്പിക്കുക. കരം പഠിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്.
അവരെന്താ എഴുതിയിരിക്കുന്നത്? കൂടണ്ടെന്ന് ഊഹിച്ചു. പലരുടെയും ജീവിതം ഊഹപ്പുറത്താണ്. രക്ഷിക്കപ്പെട്ടെന്നൊരു ഊഹം, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചൊരു ഊഹം, കർത്താവ് വന്നാൽ പോകുന്നൊരു ഊഹം. ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ഊഹമല്ല, ഉറപ്പ് പ്രാപിക്കണം. പറഞ്ഞാട്ട് സ്തോത്രം. ഊഹമല്ല, ഉറപ്പ് പ്രാപിക്കണം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഊഹിക്കുന്നല്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ ശേഷിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അതെന്റെ ഊഹമല്ല, അതെന്റെ ഉറപ്പാണ്. കൂടാരമാകുന്ന ഭവനം ഒഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായൊരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. അതെന്റെ ഊഹമല്ല, അതെന്റെ ഉറപ്പാണ്. ഉറപ്പ് പ്രാപിക്കുക. യേശുവിനെ തിരഞ്ഞ അനേകരുണ്ട്. യേശുവിനെ കാര്യസാധ്യതനായി തിരഞ്ഞവരുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുവിനെ കാര്യസാധ്യതനായി തിരഞ്ഞു. 4-ാം അധ്യായം 6:66 വായിച്ച് അത് ക്രോസ് ചെയ്യുക. ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തണ്ടേ? 6-ാം അധ്യായം 66-ാം വാക്യം വായിച്ച് 6:66 വായിച്ചാട്ട്. 66 യോഹന്നാന്റെ സുവിശേഷം 6:66 വാക്യം വായിച്ചാട്ട്. അന്ന് മുതൽ വായിച്ചോ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിയപ്പോൾ പിന്നെ അവനോട് ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് സംചരിച്ചില്ല. പിന്നെ വായിച്ചാൽ മതി. അതായത് എൻ്റെ 6:1 തുടങ്ങിയാൽ വലിയ മൾട്ടിറ്റ്യൂഡ്, വലിയ ജനസഞ്ചയം കർത്താവിനെ പിൻപറ്റി. അവിടെ വായിക്കുന്ന അങ്ങനെയാണ്. അവരെല്ലാം കാര്യസാധ്യത വന്നവരാണ്. പക്ഷേ യേശു ഉപദേശങ്ങൾ ശക്തിയോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വന്നവരെല്ലാം കൊടയെടുത്തു, ബാഗ് എടുത്തു, ബൈബിൾ എടുത്തു, സ്തോത്ര കാഴ്ചയ്ക്ക് കൊണ്ടുവന്ന കാശും പോക്കറ്റിലിട്ടു. സ്തോത്രം. ഈ ഉപദേശം ശരിക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയ കൊടയും ബായും ബൈബിളും ചെല്ലെടുക്കും, കൊണ്ടുവന്ന സ്തോത്ര കാഴ്ചയും തിരിച്ചു കൊണ്ടുപോകും. അതും വിട്ടിട്ടും പരിശുദ്ധാത്മാ സംബന്ധിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്ന പെന്തക്കോസുകാരുടെ ഇടയിലും അതുണ്ട്. ഉപദേശിയുടെ പ്രസംഗം പിടിച്ചില്ലേ പിന്നെ സ്തോത്ര കാഴ്ച ഇടത്തില്ല. നിന്റെ വിചാരം നീ സ്തോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിൽ പാസ്റ്റർ പട്ടിണിയാകുമെന്ന? അല്ല, തൻ്റെ അഭിഷക്തന്മാരെ പുലർത്താൻ ദൈവത്തിന് ഒരു വഴിയല്ല, 1000 വഴിയുണ്ട്. അത് ദൈവമക്കളോട് ഒരു കാര്യം പറയാം, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഒരു വഴി അടഞ്ഞാൽ 1000 വഴി ദൈവം തുറക്കും. അപ്പോൾ അവർ കൊടയും ബാഗും ബൈബിളും എടുത്ത് അവർ പിരിയാൻ തുടങ്ങി. അപ്പം പത്രോസ് ആയിരിക്കും കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവേ ഇവരെല്ലാം കൊടയും ബാഗും ബൈബിളും എടുത്തുകൊണ്ട് പോകുന്ന കണ്ടില്ല, ഒരു പരുവത്തിനൊക്കെ പറ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്നാ പറഞ്ഞു, എൻ്റെ പത്രോജ നീയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കടാന്നാണോ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, നിനക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാവിടെ. ഉടനെ പത്രോസിന്റെ മറുപടി എന്നെ കരയിപ്പിച്ചു. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് പാരനെ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണം ഇതാ, നീ കർത്താവിനെ അന്വേഷിക്കേണ്ടത് താൽക്കാലിക നന്മയ്ക്ക് വേണ്ടിയാകരുത്. നീ യേശുവിനെ പിൻപറ്റിയ രോഗസൗഖ്യം കിട്ടും, കടഭാരം മാറും, ഇതൊക്കെ ശരിയാ. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചത് തലകറക്കം മാറാൻ വേണ്ടിയല്ല, നടുവേദന മാറ്റാൻ വേണ്ടിയല്ല. യേശു ക്രൂശിൽ മരിച്ചത് നമ്മളെ നിത്യതയിലെത്തിക്കാൻ വേണ്ടിയാണ്. അവിടെ എത്തണം. വിടുതലൊക്കെ നടക്കും. വിടുതലല്ല, അത് നടന്നാലും നടന്നില്ലേലും യേശു സൗഖ്യമാക്കി എത്ര പേര് രോഗം വന്ന് മരിച്ചില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ള ആത്യന്തിക ലക്ഷ്യം നിത്യതയായിരിക്കണം. അവിടെ എത്തണം. യേശുവിനെ ക്രൂശിക്കാൻ പിടിക്കാൻ കള്ളന്മാർ വന്നു. നമ്മൾ വായിച്ച കുറിവാക്യം അതാ, കരണ്ടടിക്കുന്നവർ താഴെ വീണു. യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. യേശു പറഞ്ഞതാ, ഞാനാണ്, എന്നെ പിടിച്ചോ. അവർ കരണ്ടടിച്ച് താഴെ വീണു. അപ്പോൾ പത്രോസ് വാളെടുത്തു. കർത്താവിന് വാളുറയില്ല. ഞാനിപ്പം പറഞ്ഞ 70,000 ദൂതന്മാരോട് വരും. അശൂർപ്പാളയത്തിൽ ദൂതൻ ഒടിച്ചതേ ഉള്ളൂ അല്ലേ? 1,85,000 താഴെ വീണു. അങ്ങനെ 70,000 എണ്ണവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരും. ഇതിരുളിൻ്റെ നാഴികയാണ്, ഇരുട്ടിൻ്റെ വേളയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവനെ ക്രൂശിച്ചു. അവരുടെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ഞാൻ ഒരു പദം കൂടെ പറയട്ടെ. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ അവരുടെ ശിഷ്യന്മാരെല്ലാം ഓടി. പത്രോസും എല്ലാവരും ഓടി. കർത്താവിനെ അടക്കേണ്ടിയിരുന്നവരെല്ലാം ഓടി. ഞാൻ ആ വായിക്കുമ്പം കരയും. അവനെ അന്ന് അടക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ശബത്താണ്. ശബത്തിൽ യഹൂദന്മാർ ഡെഡ് ബോഡി എടുക്കില്ല. ആ ഡെഡ് ബോഡി അവിടെ അളിയും ചെയ്യും. എന്നാൽ നമ്മൾ വായിക്കുന്ന അരിമത്യക്കാരൻ യോസഫ് ധൈര്യത്തോട് വന്ന് കർത്താവ് ഡെഡ് ബോഡി ചോദിച്ചു. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതോടെ പറയാം, ദൈവവേദനേ, അല്പകാലഘട്ടത്തിൽ നിനക്കാരുമില്ലെന്ന് തോന്നും, എന്നാൽ നിനക്കാരുമില്ലാതെ വരില്ല. കൈ ഉയർത്തി പറ, എനിക്കാരുമില്ലാതെ വരില്ലെന്ന് പറ. ദൈവം ആരെയെങ്കിലും എനിക്ക് വേണ്ടി ഒരുക്കുമെന്ന് പറ. കരമടിച്ച ശക്തിയോട് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, എനിക്ക് ആരുമില്ലാതെ വരില്ലെന്ന് പറ. മക്കൾ നോക്കിയില്ലേലും മരുമക്കൾ നോക്കിയില്ലേലും ദൈവം എനിക്ക് വേണ്ടി ആരെയെങ്കിലും ഒരുക്കും. ആരെയെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ഹലോ, യേശുവിനെ തിരഞ്ഞ അവസാന കൂട്ടർ ജീവനുള്ളവരെ മരിച്ചവടയിൽ തിരയുന്നവരെ കാണാം. ഇന്ന് രാത്രി നമ്മൾ എന്തിനു വേണ്ടിയാണ് യേശുവിനെ തിരയുന്നത്? താൽക്കാലിക നന്മയ്ക്ക് വേണ്ടിയാണോ? നിത്യതയ്ക്ക് വേണ്ടിയാണോ? ശിഷ്യന്മാർ പറഞ്ഞു, ആര് പോയാലും ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല.
ഞങ്ങൾ വന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി എല്ലാ കണ്ണും അടച്ചാട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സമയം പോയല്ലോ, കട്ട് ഷോട്ട് ചെയ്യുന്നു. എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും. ഇന്ന് രാത്രി നമ്മൾ എന്തിനാണ് യേശുവിനെ പിൻപറ്റുന്നത്? താൽക്കാലിക നന്മയ്ക്ക് വേണ്ടിയാണോ, നിത്യതയ്ക്ക് വേണ്ടിയാണോ? സ്തോത്രം. യേശുവിനെ ആരാധിപ്പാനാണോ, അടിവണങ്ങാനാണോ, അവനെ തകർക്കാനാണോ? ഇന്ന് രാത്രി നിന്നോടുള്ള പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞു. നമ്മുടെ തലമുറ എവിടെയാണ്? നിന്റെ തലമുറ നിന്നെ പിൻപറ്റുന്നുണ്ടോ? ദൈവത്തെ സേവിക്കുന്നുണ്ടോ? എല്ലാ കണ്ണും അടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. മോനെ വന്നു ഒരു സ്പാറ്റിൻ്റെ രണ്ടടി, ആരും പോകരുത്, ഇവിടെ നിൽക്കണം. ദൈവകരം നമ്മെ തൊടാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥി നിർത്തുകയാണ്. എന്നോട് പറഞ്ഞ ആ സമയത്ത് തന്നെ നിർത്തുകയാണ്. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും, ആയുസ്സിനാളെല്ലാം നന്ദിയാൽ പാടിടും. കൈ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശുവേ എന്നൊന്ന് പഠിച്ചാട്ട്. യേശുവേ പഠിക്കുമനെ. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും, ആയുസ്സിൻ നാളെല്ലാം കൈയോട് ഉയർത്തി പാടിയ നന്ദിയാ യേശുവേ എന്ന് വിളിച്ചാടുന്നില്ല. പാടിടും. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും, ആയുസ്സിൻ നാളെല്ലാം നന്ദി. ഞാൻ ആഗ്രഹിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശ്രദ്ധിക്കൂ, ഞാൻ ചോദിക്കുന്നൊക്കെ കിട്ടിയാലും കിട്ടിയില്ല, നീ എന്റെ ദൈവമാണ്. ഞാനങ്ങ് സ്നേഹിക്കും. ഞാൻ കൂടെ എന്റെ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, ആരൊക്കെ എന്നെ വേണ്ടെന്ന് വെച്ചാലും അങ്ങനെ വേണ്ടെന്ന് വെക്കരുത്. ആരെന്നെ വേണ്ടെന്ന് വെച്ചാലും അങ്ങനെ വേണ്ടെന്ന് വെക്കരുത്. കാരണം എനിക്ക് വേറൊരു പണി അറിഞ്ഞുകൂടാ. എനിക്ക് ആകെ അറിയാവുന്ന പണി യേശുവിനെ ഉയർത്തുകയാ. ശങ്കരനൊരു കൈവച്ചേ, മറുകര സ്വർഗത്തിലേക്ക് ഉയർത്തിയേ, യേശുവെ എന്ന് വിളിച്ചേ. യേശുവേ പഠിക്കാൻ പോലെ. യേശുവേ യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും, ആയുസ്സിൻ നാളെല്ലാം നന്ദിയാ പാടിടൂ. യേശുവേ രക്ഷക, അങ്ങേ ഞാൻ സ്നേഹിക്കും, ആയുസ്സിൻ നാളെല്ലാം അങ്ങേ ഞാൻ പാടിടൂ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ആരാധിക്കും. കൈകൾ താഴ്ത്തി. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനിക്കും, എനിക്ക് എന്റെ പ്രാണനേക്കാൾ വലുത് എന്റെ പ്രാണപ്രിയനാണ്, എന്റെ ജീവനേക്കാൾ വലുത് എന്റെ യേശുവാണ്. ഞാൻ ആശിച്ച് കിട്ടിയാലും കിട്ടിയില്ല, നീ എന്റെ ദൈവമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ നടന്നാലും നടന്നില്ലേലും എന്റെ കർത്താവാണ് എനിക്ക് വലിയത്. ഞാൻ അങ്ങ് സ്നേഹിക്കും അപ്പാ, ഞാൻ അങ്ങ് സ്നേഹിക്കുന്ന പറയും ദൈവമക്കൾ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. സമർപ്പിക്കുന്നവർ മാത്രം കൈ ഉയർത്തിപ്പിടിച്ചു. ഇത്രയും ദൈവമക്കൾ സമർപ്പിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനേക്കാൾ വലുത് അങ്ങാണപ്പാ. ഞങ്ങൾ ആശിച്ച് കിട്ടിയാലും കിട്ടിയില്ലേലും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കിട്ടിയാലും കിട്ടിയില്ലേലും നീ എന്റെ ദൈവമാപ്പാ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യുവാൻ പോയാൽ സ്തോത്രം. നിന്റെ കരം നീട്ടിയിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ കൈകൾ താഴ്ത്തിയിടാം. പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ധൃതിയിൽ ഓടരുത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് എല്ലാ കൈയും താഴ്ത്തിയിട്ടേ
ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നവരിൽ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന 99% ദൈവമക്കളാണെന്ന് എനിക്കറിയാം, ഉറപ്പുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാനുള്ളവർക്ക് അവസരം ലഭിക്കരുത്. ഒന്നാം രാത്രി തന്നെ. നാളെ ഞാനിവിടില്ല, മറ്റുള്ളവർ വരും. ഒരുപക്ഷെ കാകളം ധരിച്ചെന്ന് വരാം, കൺവെൻഷൻ നടന്നില്ല വരാം. കണ്ണടച്ചേ, സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ മരണത്തിന് മുമ്പ് അല്ല എൻ്റെ കർത്താവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സങ്ങൾ മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി സ്നാനപ്പെടാനല്ല, നാളെ രാവിലെ സ്നാനപ്പെടാനല്ല, എൻ്റെ മരണത്തിന് മുമ്പ്. ആ കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കൂ. നിങ്ങളെ സ്വർഗം കാണട്ടെ. ആ കരങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ മാതാപിതാവിനെ അനുഗ്രഹിക്കട്ടെ. നന്നായി കൈ ഉയർത്തോ. ഈ രാത്രി സ്നാനപ്പെടാനല്ല, നാളെ രാവിലെ സ്നാനപ്പെടാനല്ല, എന്റെ മരണത്തിന് മുമ്പ് അല്ല എന്റെ യേശുവിന്റെ വരവ് മുമ്പ് ദൈവ അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സം മാറാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ കൈ നന്നായി ഉയർത്തിപ്പിടിക്കൂ. ആ കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നമ്മുടെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. നിന്റെ കരവനെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഒന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ ബൈബിളിൽ ഒരു രാജാവിന്റെ അരികിൽ മറ്റൊരു രാജാവ് ആളയച്ചു പറഞ്ഞു, നിന്റെ ഭാര്യമാരെ ഞാൻ എടുക്കാൻ പോകുകയാണ്, നിന്റെ മക്കളെ ഞാൻ എടുക്കാൻ പോകുകയാണ്. വിവേകമില്ലാത്ത മനുഷ്യൻ പറഞ്ഞു, എടുത്തുകൊള്ളുക. പിറ്റേ ദിവസം ആ രാജാവ് ആളെ വിട്ടു, നിന്റെ ഭാര്യമാരെയും മക്കളെ ഞാൻ കൊണ്ടുപോകാൻ പോകുകയാണ്. അയാൾ കരഞ്ഞുകൊണ്ട് മൂപ്പന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ അവർ ഭാര്യമാരെ കൊണ്ടുപോകാൻ വരുന്നു, മക്കളെ കൊണ്ടുപോകാൻ വരുന്നു. മൂപ്പന്മാർ പറഞ്ഞു, ജീവൻ പോകേണ്ടി വന്നാലും നമ്മുടെ തലമുറയെ വിട്ടുകൊടുക്കരുത്. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, തള്ളക്കോഴി കഴുകൻ റാഞ്ചാൻ വരുമ്പോൾ ആ തള്ളക്കോഴി സകല ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ വിട്ടുതരില്ലെന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഒന്നാം രാത്രി പ്രവചിക്കുന്നു, നിന്റെ തലമുറയെ കൊള്ളയ്യാൻ വരുന്ന അന്ധകാര വ്യാപാരത്തോട് യേശുവിന്റെ നാമത്തിൽ പറയണം, എന്റെ തലമുറ ഞാൻ വിട്ടുതരില്ലെന്ന്. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചുകൊണ്ട് പറ, എന്റെ സന്താനത്തെ തരില്ല. കഞ്ചാവിന്, ഖറപ്പിന്, LSDക്ക്, മാരിജുവാനെ കടിമകളായി തലമുറ മാറുന്നു. അന്യായ ബന്ധനങ്ങളിൽ അകപ്പെടുന്നു. ആവശ്യമില്ലാത്ത പ്രേമബന്ധങ്ങളിൽ പോയി കുടുംബത്തെ നാറ്റുന്ന തലമുറ നടുവിൽ നിന്റെ തലമുറ യേശുവിനെ ഉയർത്തണം. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തെ മേൽ ഇരിക്കില്ല. അഭിഷേകം മുഖത്തെ തകർക്കുമെങ്കിലോ ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ നിന്റെ സന്താനത്തിന്മേൽ ദുഷ്ട പിശാച് വെക്കുന്ന മുഖങ്ങൾ തകർക്കപ്പെടാൻ പോകുകയാണ്.